നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഓഫീസിൽ രാജിക്കത്ത് എഴുതി കൊടുത്തു. എങ്ങോട്ടാന്നറിയില്ല. പോയടാ. എടാ, അവള് ഫോൺ പോലെ എടുക്കുന്നില്ലടാ. ഞാൻ എവിടെ പോയിട്ടടാ നോക്ക്. എന്റെ ആശാന ഏട്ടത്തേമെ പോലെ ഒരാൾ രാജിക്കത്തും കൊടുത്ത് ഫോൺ കൊടുക്കാതെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് അപകടത്തിലേക്ക് തന്നെയാ. കമലം, അല്ലാതെ പിന്നെ എന്തിനാ? കൊറേ നാളായല്ലോ കണ്ടിട്ട്. അത് ഞാനിവിടെ വരുന്ന സമയത്ത് ശാന്താന്റെ ഇവിടെ ഇല്ലാത്തോണ്ടാ. വിഷ്ണു കുഞ്ഞെ കയറിയിരിക്കേ. ശാരദാമ്മ സത്യമോളെ വിളിക്കാൻ പോയിരിക്കുവാ. അവര് വരാൻ വൈകോ? അറിയില്ല, പോയിട്ട് കുറച്ചു നേരമായി. ചിലപ്പോ ഇപ്പൊ വരുമായിരിക്കും. എന്തെങ്കിലും പറയണോ? വേണ്ട, ഞാൻ വിളിച്ചോളാം. ശാലിനി കുഞ്ഞ് ജോലി കഴിഞ്ഞ് വരാറായിട്ടില്ല. അത് ഇനിയും വൈകും. ചിലപ്പോ ഇരുട്ടിയിട്ടേ വരൂ. എന്തെങ്കിലും മീറ്റിംഗോ മറ്റോ ഉണ്ടെങ്കിലോ അതും കഴിഞ്ഞിട്ടേ വരൂ. ശാലിനി അവിടുന്ന് ഇറങ്ങി, പക്ഷെ ഇവിടെ വന്നിട്ടില്ല. ഇതെവിടെ പോയി? പോകാൻ സാധ്യതയുള്ളത് ഇപ്പൊ എവിടെയാ? ആരോടൊപ്പം ഒന്ന് ചോദിക്ക. അനുവിനൊന്ന് വിളിച്ചു നോക്കിയാലോ? പപ്പിമോളെ, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? സുഖം ആന്റി. സർ, അനുവാണ്. ശാലിനി എന്നെ വിളിച്ചായിരുന്നോ? ഇല്ല സർ. ഇവിടെ വീട്ടിലെത്തിയിട്ടില്ല. എവിടെ പോയിന്നൊരു അറിവുമില്ല. പിന്നെ അനു ഒന്ന് അന്വേഷിച്ചേക്കണേ. ഈ പോയിരിക്കാൻ സാധ്യതയുള്ള പരിചയക്കാരെ വീട്ടിലൊക്കെ ഒന്ന് തിരക്കേക്കണേ. അങ്ങനെ പോയിരുന്ന് സംസാരിക്കാൻ പറ്റുന്ന പരിചയക്കാരൊന്നും മാഡത്തിന് ഇവിടെ ഇല്ല സർ. എന്നാലും തിരക്കേക്ക്, ഞാനും തിരക്കാം. പിന്നെ എന്തെങ്കിലും സൂചന കിട്ടി വിളിച്ചറിയിച്ചേക്കണേ. തീർച്ചയായും സാർ, ടെൻഷനൊന്നും അടിക്കണ്ട. മാഡം കുറച്ചു കഴിയുമ്പോ വീട്ടിലോട്ട് വന്നോളൂ. ഒന്ന് തിരക്കണേ, ഞാൻ വിളിച്ചേക്കാം. എനിക്ക് 2-3 പേരൊന്നും കാണാണ്ട്. അതുകൊണ്ട് പപ്പിമോള് ഇവിടെ നിന്നോട്ടെ. രാത്രി ഞാൻ വന്ന് കൂട്ടിക്കൊണ്ട് പോക്കോളാം. അതിനെന്താ, ഞാൻ നോക്കിക്കോളാം. വിഷ്ണുമാൻ പോയിട്ട് വാ. പിന്നെ മോളെ, വിശ്വസിച്ച് പോയിട്ട് പെട്ടെന്ന് വരാം കേട്ടോ? പിന്നെ ശാരദാമ്മ സത്യം ഉടനെ വരും. സത്യം വന്നാ പിന്നെ മോൾക്ക് പിന്നെ സത്യയോടൊപ്പം കളിക്കല്ലോ. അതിനെന്താ, വിഷ്ണുച്ചൻ പോയിട്ട് വാ, ഞാനിവിടെ നിന്നോളാം. വിശ്വസിച്ച് പോയിട്ട് വരാട്ടോ. കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? കാപ്പി വേണോ ചായ വേണോ? ഇപ്പൊ ഒന്നും വേണ്ട ശാന്താന്റി. സത്യം വന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് കുടിച്ചോളാം. ശരി, എന്നാ മോള് ദാ അവിടെ പോയിരിക്കെ. ശാന്താന്റിക്ക് കടയില് കുറച്ചുകൂടെ പണി ബാക്കിയുണ്ട്. ആഹാ, ഹായ് പപ്പി. ഹായ് സത്യേ. പപ്പിമോളെ, ഇതെപ്പ എത്തി? ആരുടെ കൂടെ വന്നേ? വിഷ്ണുച്ചന്റെ കൂടെയാ. എന്നിട്ട് ആളെവിടെ? ആരെയോ കാണാനുണ്ടെന്ന് പറഞ്ഞ് ദേ ഇപ്പൊ അങ്ങോട്ട് പോയതേ ഉള്ളൂ. മറ്റൊന്നും പറഞ്ഞില്ല. നിങ്ങള് വീട്ടിൽ നിന്നാണോ മോളെ വന്നത്? അതെ,
വീട്ടിൽ പറഞ്ഞിട്ടൊക്കെ വന്നത്. ഉം. എന്നാ രണ്ടാളും കൂടി അകത്ത് പോയിരുന്ന് കളിച്ചോ. വാ പപ്പി, നമുക്ക് മുറിയിലേക്ക് പോവാം. ഓക്കെ ശാരദാമ്മ അതിങ്ങ് താ. ബാഗ് കൂടെ കൊണ്ടുവയ്ക്കാം. എന്തിനായിരിക്കും വിഷ്ണു വന്നത്? പപ്പയും കൊണ്ടിങ്ങനെ വരാത്തതാണല്ലോ. നിന്നോടെന്തെങ്കിലും പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല ശാരദാമ്മേ. ഈശ്വര, കുഴപ്പങ്ങളൊന്നും ഉണ്ടാവാതിരുന്നാ മതിയായിരുന്നു. എന്താ ആശാനെ വല്ലത്തൊരു പന്തികേട് പോലെ? എടാ വലിയൊരു പ്രശ്നമുണ്ടായി. അതെനിക്ക് ആശാനെ കണ്ടപ്പോ തന്നെ മനസ്സിലായി. അല്ലെങ്കിൽ ഇങ്ങനെ ആശാൻ എന്നെ തിരക്കി വരില്ലല്ലോ. എന്റെ നാവാടാ ചതിച്ചത്. അത് തന്നെ ഇപ്പോഴും സംഭവിച്ചു. ആശാനെതിരെ കാര്യം എന്തെന്ന് പറഞ്ഞില്ല. ചില കാര്യങ്ങൾ സംസാരിക്കാൻ തന്നെ ശാലിനിയെടുത്ത് പോയത്. പക്ഷെ സംസാരിച്ചു വന്നപ്പോ എല്ലാം കൈവിട്ടു പോയി. ഒരു വട്ടം കൈവിട്ടു പോയാ പോയി. പിന്നെ അതിൽ നിന്ന് കര കയറാനുള്ള നെട്ടോട്ടാ. എന്നിട്ടിപ്പോ ഏട്ടത്തിയമ്മയുടെ അവസ്ഥ എന്താ? ആശാനെ ഞാൻ ചോദിച്ചതിന് മറുപടി താ. ഏട്ടത്തിയമ്മ ഇപ്പൊ എവിടെയുണ്ട്? എനിക്കറിയില്ല. അറിയില്ലെന്നോ? എനിക്കൊരു അബദ്ധം പറ്റി. ഒരു കാര്യമില്ലാതെ എന്തൊക്കെയോ പറഞ്ഞ് ഞാൻ അവളെ കുറ്റപ്പെടുത്തി. അവള് ഓഫീസിൽ രാജിക്കത്ത് എഴുതി കൊടുത്തു. എങ്ങോട്ടാന്നറിയില്ല പോയടാ. എടാ അവള് ഫോൺ പോലെ എടുക്കുന്നില്ലടാ. ഞാൻ എവിടെ പോയിട്ടാ നോക്ക്. എന്റെ ആശാനെ ഏട്ടത്തേമെ പോലെ ഒരാൾ രാജിക്കത്തും കൊടുത്ത് ഫോൺ കൊടുക്കാതെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് അപകടത്തിലേക്ക് തന്നെയാ. കമലം, അല്ലാതെ പിന്നെ എന്തിനാ അങ്ങനെ ഇറങ്ങണം? ആശാൻ അപ്പൊ ഏട്ടത്തേമെ ഒരുപാട് സങ്കടപ്പെടുത്തി കാണുമല്ലേ? ഇല്ലെങ്കിൽ ഏട്ടത്തേമെ പോലെ ഒരാൾ ഇങ്ങനെയൊന്നും ചിന്തിക്കില്ല. കമലം, നീ ഇപ്പൊ എന്റെ കൂടെ വാ. ഇട എവിടെയാണെങ്കിലും നമുക്ക് അവളെ കണ്ടുപിടിക്കാം. ഇല്ലെങ്കിൽ ഞാനില്ലടാ. എന്തൊക്കെയാ ദൈവമേ ഞാൻ ഈ കേൾക്കുന്നതൊക്കെ. ആശാൻ ഇങ്ങനെയൊന്നും തളരാതെ രണ്ടുപേരും ഉള്ളിൽ നിറച്ചു വെച്ച സ്നേഹം കൊണ്ട് പരസ്പരം പോരാടല്ലേ. ഒരു വാക്ക് പിഴച്ചാ തീർന്നു. പിന്നിങ്ങനെ പരസ്പരം തോൽപ്പിക്കാനുള്ള ഓട്ടമാ. ഉരുകി തീരുന്നതോ ആത്മാർത്ഥമായി നിങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളെ പോലുള്ളവരും. എന്റെ മൊബൈൽ ചാർജിലെത്ത ഈ നിമിഷം വിളിച്ച് ആരും അറിയൂല. എല്ലാത്തിനും നമുക്ക് വഴി ഉണ്ടാക്കാം ആശാനെ. എനിക്ക് വെപ്രാളാവണം. ആശാൻ ടെൻഷൻ അടിക്കല്ലേ, നമുക്ക് അന്വേഷിക്കാം. ഏട്ടന്റെ അമ്മയ്ക്ക് അങ്ങനെ പൂർണ്ണമായിട്ട് ആശാനെ വിട്ടുപോകാൻ പറ്റില്ല. ആശാനെ നമുക്ക് കൊണ്ടുവരാം. ആശാനെ എവിടെ ഉണ്ടെങ്കിലും കൊണ്ടുവരും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.